ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പ് തുറക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എണ്ണയിലൊന്നും പൊരിച്ചത് കടികളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ആ ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആ ഒരു സമയത്ത് വിട്ടുപോയതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് സമയം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കന് വിനാഗിരിയൊക്കെ ചേർത്തത് കാരണം അതുപോലെ എല്ലില്ലാത്ത പീസുകളല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ ഇതിൽ ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്ന് കുക്കായി വന്നതിന് ശേഷം പിന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ഒരു സവാള അരിഞ്ഞ ഒരു വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സവാളയുടെ കടി ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട, കുഴഞ്ഞു പോകണ്ട കേട്ടോ സവാള. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1.5 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ സോസസൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് എടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ 2 പാട്ടാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. 2 ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. ഈ ഒരു വലിപ്പത്തിൽ സാധാരണ ചപ്പാത്തിയുടെ ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുത്തതിന് ശേഷം പാനിൽ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ഈ ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കുന്ന പണിയുള്ളൂ കേട്ടോ. ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ആ ചീസ് ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി. പാനിലാണെന്നുണ്ടെങ്കിലും 2 സൈഡ് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ വേറെ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ചിക്കനും കൂടെ ഉണ്ടാകുമ്പോഴേ കുട്ടികൾക്കൊക്കെ കൂടുതലൊന്നും ഇഷ്ടമാവുള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. എണ്ണയിലൊന്നും പൊരിച്ച കടികളൊന്നും കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്